നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ശരിക്കും ആ വ്യക്തിയുടെ കൂടെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ സൊസൈറ്റി, ഫാമിലി, ഏജ് ഒക്കെ നമ്മളുടെ മേലുണ്ടാക്കുന്ന ഒരു ഇൻവിസിബിൾ പ്രഷർ കാരണമാണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാരേജ് പോലെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ പൊതുവെ മാരേജ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഡിസിഷൻ ആയിട്ടല്ല ആൾക്കാർ കാണുന്നത്. അതൊരു സോഷ്യൽ മൈൽ സ്റ്റോൺ ആണ്. അതായത് കുട്ടി ജനിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പൊതുവെ മാരേജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പേഴ്സണൽ ഡിസിഷൻ ആണ്. നമ്മുടെ കേരളത്തിലെ കോൺസെപ്റ്റ് അല്ലാതെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരാൾ കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ പെട്ടെന്നൊരു കല്യാണം, എന്താ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്തായാലും ഏജ് ആയി, ഒരു നല്ല പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കുകയാണ്. അല്ലെങ്കിൽ പാരൻസിന് ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ട് കല്യാണം കഴിക്കുകയാണ്. അല്ലെങ്കിൽ കസിൻസ് ഒക്കെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണം കഴിക്കുന്നതിൻ്റെ റീസൺ ആയിട്ട് ആൾക്കാർ പറയുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് മാരേജ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള പല ഫാക്ടേഴ്സ് കാരണമല്ല നമ്മൾ ശരിക്കും ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് എടുത്ത് ചാടേണ്ടത്. അത് നമ്മൾ റെഡിയാണോ, നമ്മളുടെ പാർട്ട്ണർ റെഡിയാണോ എന്നുള്ള ഒരു കാര്യത്തിലാണ് മെയിൻലി ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത്. കല്യാണം എന്ന് പറയുന്നത് നമ്മൾ മൂവീസിലും റീൽസിലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ക്ലിപ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ടോ എന്ത് രസമാണ്, അല്ലെങ്കിൽ എന്തൊരു രസമായിരിക്കും ഈ ഒരു പൊസിഷനിൽ എത്താന്നുള്ളത്. പക്ഷേ ജസ്റ്റ് ആ ഒരു റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ആ ഒരു ഹണിമൂൺ പീരീഡ് മാത്രമല്ല മാരേജ് എന്ന് പറയുന്ന കാര്യത്തിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ മുന്നോട്ട് കാണാനുണ്ട്. നമ്മളെ പാർട്ട്ണർ എങ്ങനെയൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ, അതായത് വേഴ്സ്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ പാരൻറ്റ് ചെയ്യുന്ന രീതികളിൽ എങ്ങനെയായിരിക്കും ഫിനാൻഷ്യൽ ഡിസിഷൻസ് വരുന്നത്, സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സ്ട്രെസ് ആണെങ്കിലും പുറത്തുനിന്ന് നമുക്ക് വരുന്ന സ്ട്രെസ് ആണെങ്കിലും, ഫിനാൻഷ്യൽ ബേർഡൻ വരികയാണെങ്കിൽ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ തുടക്കത്തിൽ കാണുന്ന ആ ഒരു ഹാപ്പിനെസ് ഫേസ് മാത്രമല്ല മാരേജിലുള്ളത്. മുന്നോട്ട് പോകും തോറും ഒരുപാട് ഹഡിൽസ് മുന്നിൽ വരും. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹഡിൽസ് ക്രോസ് ചെയ്യാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കല്യാണം എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പൊതുവേ അത് സർഫസ് ലെവൽ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയിരിക്കും. ഇന്ന ഹൈറ്റ് വേണം, ഇങ്ങനത്തെ ബോഡി ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഫഷൻ ആയിരിക്കണം. പക്ഷേ ഇതിലുപരിയായിട്ട് ആ ഒരാളുടെ ക്യാരക്ടർ, ഇനി അതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ രണ്ടുപേരും വരുന്ന സമയത്ത് അവിടുത്തെ ഡൈനാമിക്സ് എങ്ങനെയാണ്, അതാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഈ ഒരാൾ നല്ലതാണ്, ഒരു പാർട്ട്ണർഷിപ്പിന് ഒരു ചാൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു മാരേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ യു ഓൾവേസ് സീ ദ ബ്രൈറ്റ് സൈഡ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളും കാണിക്കുള്ളൂ, അപ്പുറത്തെ വ്യക്തിയും കാണിക്കുള്ളൂ. സോ കുറച്ച് സമയം എടുത്ത് ആ വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് പുറത്തു വരാനും നമ്മളുടെ നെഗറ്റീവ് സൈഡ്സ് കാണിക്കുകയും അത് രണ്ടും നമുക്ക് വർക്ക് ചെയ്തിട്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം ഏത് റിലേഷൻഷിപ്പിനും കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൊതുവെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ന് കാണുന്നു ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എൻഗേജ്മെൻറ്റ് കഴിയുന്നു. ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു കല്യാണം ആവുന്ന സമയത്ത് അപ്പുറത്ത് ആരെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്താണ്, വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ് എന്നുള്ള ഒരു ഫൗണ്ടേഷൻ അറിയാതെയാണ് നമ്മൾ ഇത്രയും വലിയ മാരേജ് എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എടുത്തു ചാടുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ ഇഫ് യു ഫൈൻഡ് സമൺ, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഗിവ് യുവർ സെൽഫ് ആൻഡ് ദ അതർ പേഴ്സൺ ടൈം. രണ്ടുപേർക്കും മനസ്സിലാക്കി ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ് മാരേജ്, അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാൻ ഒരു സമയം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു മാരേജ് എന്ന് പറയുന്ന ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ പാർട്ട്ണറായിട്ട്. ആദ്യം ചോദിക്കേണ്ട കാര്യം, ഞാൻ ഈ മാരേജിന് റെഡിയാണോ, ഞാൻ ഇതിന് ശരിക്കും എൻ്റെ ആഗ്രഹം കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ എനിക്കൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ടാണോ ഞാൻ ഈ ഡിസിഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയുടെ പ്രഷർ കാരണം, അല്ലെങ്കിൽ ഏജ് ഇത്ര എന്നുള്ള പ്രഷർ കാരണം, പ്രപ്പോസൽ നല്ലതാണെന്നുള്ള പ്രഷർ കാരണമൊക്കെയാണോ നമ്മൾ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളൊരു റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം. ഇതേപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്തും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം, നീ ശരിക്കും ഇതിന് റെഡിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രഷർ ഉള്ളത് കൊണ്ടാണോ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ക്യാൻ ബി ഹാൻഡിൽ കോൺഫ്ലിക്ട്സ്. നമ്മളുടെ ഇടയിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവരെത്ര നല്ലോണം സ്നേഹിക്കുന്നു എന്നുള്ളതിലല്ല, കോൺഫ്ലിക്ട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതായത് പ്രശ്നങ്ങൾ ഏത് റിലേഷൻഷിപ്പിലും ഉണ്ടാവും, ആരുടെ ഇടയിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എന്താണെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ട് നമ്മൾ പോർട്രേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഒരു കുറച്ചും കൂടി പോസിറ്റീവ് വേയിൽ
രണ്ടാൾക്കും സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയുള്ള റിലേഷൻഷിപ്പ് ആണോ ഇത് എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ഗോൾസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചറിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം, ഞാൻ ഭാവിയിലേക്ക് പോകുമ്പം എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്. അതുപോലെ തന്നെ നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്താണ്, ദൈവവിശ്വാസിയാണോ അല്ലേ, അല്ലെങ്കിൽ എന്ത് പെർസ്പെക്റ്റീവ്സ് ആണ് റിലീജിയൻ്റെ ബേസിലുള്ളത്, കുട്ടികൾ വേണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഡിസിഷൻ. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ വാല്യൂസും ലൈഫിലുള്ള ഗോൾസും ഇത് രണ്ട് പാർട്ട്നേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് അത് നമുക്ക് രണ്ടുപേർക്കും കമ്പാറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലാണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പാർട്ട്ണർ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ചുറ്റുമുള്ള ആളുകളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ദേഷ്യക്കാരനാണ്, എല്ലാവരോടും ദേഷ്യപ്പെടും, പക്ഷെ എൻ്റെ അടുത്ത് മാത്രം നല്ല രീതിയിലാണെന്നുള്ളത്. പക്ഷേ ഇതൊരു മാരേജ് എന്ന് പറയുന്ന ലോങ് ടേം ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാരോട് കാണിക്കുന്ന അതേ ബിഹേവിയർ നമ്മളുടെ അടുത്ത് കാണിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെയുള്ള ഇമോഷൻസ് അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കാരണം ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു ബിഹേവിയർ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അതിലുപരിയായിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ മാച്ച് ചെയ്യുന്നതാണോ എന്ന് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാരുണ്ടാവും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഹേർട്ടായിട്ടുണ്ടാവും, പറഞ്ഞ കാര്യങ്ങൾ ഹേർട്ടായിട്ടുണ്ടാവും, ചെയ്ത കാര്യങ്ങൾ ഹേർട്ടായിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനെക്കുറിച്ച് പറയാൻ വരുമ്പോൾ അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല, വളരെ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഒരു സൈഡിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു ഡെയിലി റുട്ടീൻ പോലും മുന്നോട്ട് പോവുള്ളൂ. അപ്പം അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാണെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രഗിൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനും നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെ ഏരിയയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനുമാണ് നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, മാരേജ് എന്ന് പറയുന്ന ഡിസിഷൻ അത് നമ്മളുടെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്, കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അമ്മയ്ക്കോ അച്ഛനോ സൊസൈറ്റിക്കോ നമ്മളുടെ ഏജ് കാരണോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രഷർ കാരണം എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല. നമ്മളുടെയും നമ്മളുടെ പാർട്ട്ണറുടെയും ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഈ വ്യക്തി കമ്പാറ്റബിൾ ആണോ, ഞാൻ ഇതിന് റെഡി ആണോ എന്നുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് മാരേജ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നമ്മൾ മാരേജിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കൺസിഡർ ചെയ്യേണ്ട വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ഫോർ മോർ റിലേഷൻഷിപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ് സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.